ഹലോ ഗൈസ്, വെൽക്കം ടു ആർ കൃഷ്ണ ടൈംസ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് കേട്ടിട്ടുണ്ടാകും. നമ്മുടെ കാങ് ആക്ടർ ജോണതൻ മേജേഴ്സിനെ മാർവലും ഡിസ്നി ഇപ്പം ഫയർ ചെയ്തിരിക്കുകയാണ്. അപ്പം അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ നോക്കാൻ പോകുന്നത്. സോ നേരെ വീഡിയോട്ട് കിടക്കാം. അപ്പോൾ ആൾറെഡി നമ്മുടെ ജോണതൻ മേജേഴ്സുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ഗേൾ ഫ്രണ്ടിനെ അടിച്ചതിന് പേരിലൊരു കേസ് ഉണ്ടായിരുന്നു. സോ എന്തോ ഒരു സെക്ഷൽ ഹറാസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു 4 കേസ് ഈ ജോണതൻ മേജേഴ്സിനെതിരെ ഉണ്ടായിരുന്നു. സോ ഇപ്പം വന്ന ന്യൂയോർക്കിൽ നടന്ന ഇതിലാണ് ഇദ്ദേഹം ഗിൽറ്റി ആണെന്ന് കൺഫേം ആക്കി ഇദ്ദേഹത്തിന് എന്താ പറയുക ശിക്ഷ കൊടുത്തത്. സോ 1 year ഇദ്ദേഹം ജയിലിലാകും എന്നാണ് പറയുന്നത്. സോ ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ മാർവലിൽ നമ്മുടെ ജോണതൻ മേജേഴ്സിനെ അങ്ങോട്ട് ഫയർ ചെയ്ത്. കാരണം ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. സോ ഇനി 1 year ജയിൽ എന്നൊക്കെ പറയുമ്പോൾ ഓഫ് കോഴ്സ് പിന്നെ പറയേണ്ട ആവശ്യമില്ല. കേട്ടപ്പോൾ തന്നെ മാർവൽ അങ്ങോട്ട് ജോണതൻ മേജേഴ്സിനെ ഫയറും ചെയ്തിരിക്കുകയാണ്. ആക്ച്വലി 26 മാർച്ചിലാണ് ഈ സംഭവം നടന്നത്. അദ്ദേഹത്തിൻ്റെ ഗേൾ ഫ്രണ്ടിനെ അടിച്ചെന്ന പേരിലാണ് കേസായത്. ഓക്കെ, സോ അതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ ടോട്ടലി ഒരു 4 കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്ന 2 കേസിൽ ഇദ്ദേഹം ഗിൽറ്റി ആണെന്ന് കൺഫേം ആക്കുകയാണ്. കൂടാതെ 2 കേസിൽ ഇദ്ദേഹം ഗിൽറ്റി അല്ലെന്നും പറയാണ്. ഓക്കെ, അപ്പം എന്തൊക്കെ ഇരുന്നാലും ഇദ്ദേഹത്തിൻ്റെ മേലിൽ ഇപ്പം കേസ് ആയിരിക്കുകയാണ്. സോ കൺഫേം ആക്കിയിരിക്കുകയാണ്. സോ 1 year മോസ്റ്റ്ലി ജയിൽ തന്നെ ആയിരിക്കും. സോ പിന്നെ ഇതിൻ്റെ ഒരു ഫൈനൽ ഇത് വന്ന് ഫെബ്രുവരി 6 എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഇയർ 2024 എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി വന്ന് ജോണതൻ മേജർ വന്ന് കാങ് ആയിട്ട് അഭിനയിക്കില്ല, അത് കൺഫേം ആണ്. സോ ഇപ്പം കൂടാതെ തന്നെ ഈ ഒരു കാങ് ഡൈനാസ്റ്റി ഇല്ല, അവഞ്ചേഴ്സ് കാങ് ഡൈനാസ്റ്റി, അതിൻ്റെ ടൈറ്റിൽ ചേഞ്ച് ആക്കി എന്നാണ് പറയുന്നത്. അവഞ്ചേഴ്സ് 5 എന്നാക്കിയിട്ടുണ്ട്. സോ ഇനി അതെന്താവുന്ന ഒരു ഐഡിയയും ഇല്ല. കാരണം ഇത്രയും വലിയൊരു പ്രശ്നം നടന്നിരിക്കുകയാണ്. മാർവലും ഡിസ്നി ഇദ്ദേഹത്തിന് ഫയർ ചെയ്തിരിക്കുകയാണ്. സോ ഇനി വന്ന് കാങ് ആയിട്ട് ജോണതൻ മേജേഴ്സ് അഭിനയിക്കില്ല. സോ ഭാഗ്യത്തിന് ലോക്കി സീസൺ 2 പെട്ടെന്ന് കഴിഞ്ഞ്, അല്ലെങ്കിൽ അത് മൂഞ്ചിയാണ്. സോ എന്തായാലും ജോണതൻ മേജേഴ്സ് ഇനി അഭിനയിക്കില്ല. സോ ഇനി എന്താണെന്ന് വെയിറ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി കാങ്ങിൻ്റെ കാര്യം എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം കാങ് വന്ന് മാർവൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. ഈ ഒരു മൾട്ടിവേഴ്സ് ആകയിലെ മെയിൻ വില്ലൻ കാങ് ആയിരുന്നു. അപ്പോൾ ഈ ജോണതൻ മേജേഴ്സ് ഇനി കാങ് ആയിട്ട് അഭിനയിക്കാത്തതുകൊണ്ട് തന്നെ മേ ബി റീകാസ്റ്റ് ആയിരിക്കാം, പുതിയ ആളെ ആയിരിക്കും കാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ കാങ്ങിൻ്റെ സ്റ്റോറി ഇവരെങ്ങനെയെങ്കിലും എൻഡാക്കിയിട്ട് വേറൊരു വില്ലനെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഡോക്ടർ ഡൂമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വില്ലനെ കൊണ്ടുവരാൻ ചാൻസസ് ഉണ്ട്. ബട്ട് കാങ്ങിൻ്റെ സ്റ്റോറി എൻഡാക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമില്ല. കാരണം ആൾറെഡി നമ്മൾ ക്വാണ്ടമനിയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കണ്ടിട്ടുണ്ടായിരുന്നു ജോണതൻ മേജേഴ്സിൻ്റെ ഒരുപാട് കാങ് വേരിയൻസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സ്റ്റോറിയൊക്കെ ഇനി എങ്ങനെ ആക്കുമെന്ന് ഒരു ഐഡിയ ഇല്ല. എന്തായാലും മാർവലിൻ്റെ തലവേദന കേസായിരിക്കുകയാണ്. സോ അല്ലെങ്കിൽ വേറെ റീകാസ്റ്റും ചെയ്യാനും ചാൻസസ് ഉണ്ട്. സോ മാർവൽ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാ വേരിയൻസും ജോണതൻ മേജേഴ്സ് ആക്കി കാണിച്ചതാണ് പ്രശ്നം. സോ 1-2 കാങ് വേരിയൻസൊക്കെ വേറെ ആക്ടേഴ്സ് ആക്കി കാണിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അവരെ വെച്ച് സ്റ്റോറി എടുത്തിട്ട് പോയേനെ. ബട്ട് ഇപ്പോൾ ഉള്ള എല്ലാവരും ജോണതൻ മേജേഴ്സിൻ്റെ കാങ് വേരിയൻസ് ആയതുകൊണ്ട് തന്നെ അത് കുറച്ച് പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. സോ അതിനി എന്താവുമെന്ന് ഒരു ഐഡിയ ഇല്ല. കാങ്ങിൻ്റെ സ്റ്റോറി എന്താകുമോ അതോ വേറെ വല്ല വില്ലന്മാരെ കൊണ്ടുവരുമോ എന്ന് ഒരു ഐഡിയ ഇല്ല. ബട്ട് ഉറപ്പായിട്ടും ജോണതൻ മേജേഴ്സ് ഒരു നല്ലൊരു കാസ്റ്റിംഗ് ആണ്. കാങ് റോളിന് സൂപ്പർ കാസ്റ്റിംഗ് ആണ്. പെർഫോമൻസൊക്കെ സൂപ്പറായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസൊക്കെ. ബട്ട് പോയപ്പം എന്താ പറയുക, ഒരു വിഷമവും ഉണ്ട്. ബട്ട് ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ശിക്ഷ എന്തായാലും അനുഭവിക്കും, അതും പറഞ്ഞിട്ട് കാര്യമില്ല. സോ നല്ലൊരു ആക്ടറായിരുന്നു. ഇപ്പോൾ ഇദ്ദേഹം അഭിനയിച്ചിരുന്നെങ്കിൽ വേറെ ലെവലായിരുന്നു ഇദ്ദേഹം. കാരണം അവഞ്ചേഴ്സ് 5 ഇദ്ദേഹം വന്നിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു, വേറൊരു ലെവലിലെത്തിയേനെ. ബട്ട് എന്ത് ചെയ്യാൻ, എന്താ പറയുക, ഒരു ഭാഗ്യവും വേണം, വിധി വേണമെന്ന് പറയും പോലെ ഇരിക്കുന്നത്. സോ എന്ത് ചെയ്യാൻ, വിധിയായിപ്പോയി എല്ലാം. സോ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നമ്മുടെ ജോണതൻ മേജേഴ്സിനെ മാർവൽ ഫയർ ചെയ്യുന്നതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് പറഞ്ഞേക്കാം. അപ്പം ഇനി കാങ് ഇല്ല, സോ ഇനി ആരെയും വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും ബൈ കാങ്. സോ നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് പറഞ്ഞേക്കാം. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യം പറ്റാൻ കാണിക്കുക, മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് യു ഗൈസ്.